ഒരു മാസം നീണ്ടുനിന്ന വ്രതശുദ്ധിയുടെ പുണ്യവുമായി ഇസ്ലാം മത വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും രാവിലെ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. ഒരു മാസത്തെ വ്രതശുദ്ധിയുടെ പുണ്യവുമായാണ് വിശ്വാസി സമൂഹം വെള്ളിയാഴ്ച ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. രാവിലെ പള്ളികളിലും പ്രത്യേകം തയ്യാറാക്കിയ ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനയിൽ വിശ്വാസികൾ ഒത്തുചേർന്നു. വല്ലപ്പുഴ യാറം സലഫി മസ്ജിദിന്റെ കീഴിൽ യാറം സെൻട്രൽ നടന്ന ഈദ്ഗാഹിന് NK അബ്ദുൽ നാസർ സലഫി നേതൃത്വം നൽകി. നമസ്കാരത്തിന് ശേഷം പായസ വിതരണവും ഉണ്ടായി. സഹോദരന്മാരെ, ഇനി വന്നിട്ടുള്ളത് അബ്ദുൽ റഷീദ് PT. ഇതിന്റെ ഭാഗത്ത് ഒന്നാം സമ്മാനം കിട്ടിയത് ഹസ്ന സൽമത്ത് ടിയുടെ ലുക്മാൻ ഷാഹിദി. കുടുംബ സന്ദർശനം നടത്തിയും സ്നേഹ സന്ദേശങ്ങൾ കൈമാറിയും പെരുന്നാൾ ദിനം വിശ്വാസികൾ ഹൃദ്യമാക്കി. ഇത്തവണ പെരുന്നാളും വെള്ളിയാഴ്ചയും ഒരുമിച്ച് വന്നതും ഏറെ വിശുദ്ധമായി. ദാനധർമ്മങ്ങളിലൂടെ പാവപ്പെട്ടവനും സമ്പന്നനും എന്ന അന്തരം ഇല്ലാതാക്കി പരസ്പര സഹവർത്തിത്വത്തിൻ്റെയും സമഭാവനയുടെയും സന്ദേശം കൂടിയാണ് ചെറിയ പെരുന്നാൾ നൽകുന്നത്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പ്രാർത്ഥനകളിൽ പെരുന്നാൾ ദിന സന്ദേശവും പണ്ഡിതർ നൽകി. ധാരാളം ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ചതാണ്. മൻ സാമ റമദാന ഈമാനം വഹ്തിസാബ. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും വിശ്വാസത്തോടെയും ഈമാനോടുകൂടെ ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ, മൻ ഖാമ, ആരെങ്കിലും രാത്രി നമസ്കരിച്ചു, റമദാനിലെ രാത്രി നമസ്കരിച്ചു ഈമാനും വിശ്വാസത്തോടും കൂടി, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി, അതേപോലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ആരെങ്കിലും വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ഈ നമസ്കാരവും നോമ്പൊക്കെ അനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞ പാപങ്ങൾ പോയി എന്നുള്ളതാണ്, അള്ളാഹ് പുറത്തു കൊടുത്തു എന്നുള്ളതാണ്. അതിനെന്ത് വേണം? രണ്ട് നിബന്ധനയാ. ഒന്ന്, വിശ്വാസം നന്നാവണം. ഏതെങ്കിലും ഒരു വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പടച്ച തമ്പുരാനിൽ എങ്ങനെയാണോ വിശ്വസിക്കേണ്ടത് എന്നത് കൃത്യമായി വിശ്വസിക്കാത്ത ഒരാൾക്ക് അവൻ എത്ര നോമ്പ് അനുഷ്ഠിച്ചിട്ടും കാര്യമില്ല, അവൻ 1000 ദിവസം നോമ്പെടുത്തിട്ടും കാര്യമില്ല. ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾ ഇമ്മാനുവൽ സിൽക്സിനോടൊപ്പം ആവട്ടെ. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി, ഓൾസോ അറ്റ് കണ്ണൂർ, കാഞ്ഞങ്ങാട് ആൻഡ് ഇരിട്ടി.